നമുക്കിവിടെ ഒരു ഗെയിം സെഗ്മെന്റ് ഉണ്ട്. നമ്മൾ അതിലേക്കാണ് ഇനി അടുത്തത് പോകാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ഗെയിമിന്റെ പേരാണ് ശരിക്കും മുതലാളി. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമിന്റെ പേര്. അപ്പൊ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LED വാളിൽ ഒരു സോങ് പ്ലേ ചെയ്യും. പക്ഷേ ആ വിഷ്വലിന് മാച്ചിങ് ആയിട്ടുള്ള സോങ് ആയിരിക്കില്ല അവിടെ പ്ലേ ചെയ്യുന്നത്. റൈറ്റ് സോങ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആദ്യം മനസ്സിലാവുന്ന ആൾക്ക് ഈ കാർഡ് ഉയർത്തി നിങ്ങൾ 3 പേര് 3 ടീം. ഇതിന് സമ്മാനമുണ്ട്, അതുകൊണ്ട് കൂട്ടാവണ്ട. നോർത്ത് റിപ്പബ്ലിക് തരുന്ന ഒരു ഷർട്ടാണ് സമ്മാനം. വീഡിയോ കഴിയുമ്പോ നിങ്ങൾക്ക് പറയാനുള്ള ചാൻസ് തരാം. ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. നൂറൻ പറയൂ. കേട്ടില്ലേ കേട്ടില്ലേ നിന്റെ കൽച്ചറുക്കന് കല്യാണം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം. കേട്ടില്ലേ കല്യാണമേളം. നൂറിൻ ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോവാം. നൂറിൻ വീണ്ടും കൈവക്കിയിരിക്കുകയാണ്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. റബ്ബ് 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 തേര റബ്ബ് മേര റബ്ബ്. ഇതെന്താന്നറിയോ, നൂറിൻ ഡാൻസർ ആയതുകൊണ്ട് ഫുൾ പാട്ട് ഫോളോ ചെയ്യും. ഇത് പൊളി, അവർക്കൊന്നും കൈവക്കാനുള്ള സമയം കിട്ടില്ല. വെരി ഗുഡ് വെരി ഗുഡ്. നൂറിൻ അങ്ങനെ 2 പോയിന്റ് നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ കംസ് ദ തേർഡ് സോങ്. പരിക്കുട്ടിയാണ് കൈവക്കിയത്. ഉയരും നദിയാന്നാ പറയുന്നത്. ഏത് നദിയാന്ന് നമുക്ക് നോക്കാം. അല്ലാന്ന് തോന്നുന്നു പഠിച്ചത്. അതെ റൈറ്റ് ആൻസർ. നൂറിൻ 2 പോയിന്റ്, പരിക്കുട്ടി 1 പോയിന്റ്. നെക്സ്റ്റ് സോങ്. എല്ലാവർക്കും ഒരു ചാൻസ് തരണല്ലോ. താഴ്ത്തി നോക്കി. ഞാൻ മുക്കി കൈ പൊക്കി പിടിച്ചിരിക്കുക. നൂറും കൈ താന്നിട്ടുള്ളത്. കഥകൾ കൈമാറും മനോരാജമേ. കൺകളിരുന്നാൽ സംവിധായകൻ ഇങ്ങനെ പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. ഇത് ഡയറക്ടർ മലർത്തി അടിച്ച പിള്ളേര്. ഗുഡ് ജോബ്. ഇനിയിപ്പം വലിയ കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും ലാസ്റ്റ് സോങ്. സംവിധായകൻ വിട്ടുകൊടുക്കരുത്. ഇത് ചിലപ്പോ പറയും സംവിധായകൻ. എനിക്ക് തോന്നിയത് മറന്നൂറ് എനിക്ക് കിട്ടാൻ വേണ്ടി പാട്ടറിയാർന്ന മറന്നു. അയ്യടാ പാട്ട് മ്യൂസിക് മറന്നു. അതല്ലേ പ്രശ്നം. ആരാത് പറഞ്ഞത്? അമ്പടാ, വേറെ ഒന്നും പറയാൻ തോന്നുന്നു. അതാണുള്ള പ്രശ്നമായത്. അതാണ് പ്രശ്നമായത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. 3 പോയിന്റ് നേടി ഇവിടെ വൻ വിജയമാണ് നൂറിൻ കാഴ്ചവെച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് നൂറിൻ. സംവിധായകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ആരാധകരുള്ള ഒരു സംവിധായകനാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. ഇപ്പോൾ അവർ ഒരുപാട് പേര് അതിന് വിവാദങ്ങളിലേക്ക് വന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ ഒരുപാട് പിള്ളേർക്ക് ഇഷ്ടമുള്ള പോലെ ഈ ബുദ്ധിജീവികൾക്ക് തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ചാൻസ് പാടാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ഇത് എൻ്റെ ഫിലിമിൽ മാത്രമാണോ ഇത്ര വൃത്തികേടുള്ളത്? അത് കഴിഞ്ഞ് ഞാൻ പല സിനിമകൾ കാണുമ്പോൾ ഈ വൃത്തികേടുണ്ട്. പക്ഷെ നമ്മുടെ വൃത്തികേടുകൾക്ക് ഭയങ്കര പ്രത്യേക വൃത്തികേട്. വേറെ സിനിമയിലെ വൃത്തികേടൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തോ പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടായി. ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ റിവ്യൂ ഒക്കെ കൊണ്ട് വിചാരിച്ച് ചാൻസ് പൊളിഞ്ഞു. പക്ഷെ തിയേറ്ററിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ആളും തിരക്ക് ഇടിയും ഇതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഇനി ഇവര് ഫേസ്ബുക്കിൽ തെറി വിളിച്ചോട്ടെ. ആദ്യത്തെ സിനിമയിൽ പഠിത്തം കഴിഞ്ഞവരുടെ പ്രണയം ചെയ്തു. രണ്ടാമത്തെ പടം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പ്രണയം. മൂന്നാമത് പ്ലസ് ടു.
ഇനി അടുത്ത നഴ്സറി ആണോ നോക്കുന്നത്? അതിന് നമുക്ക് പപ്പി ലവ് എന്ന് പേര് വിടാം. അത് ആലോചിക്കാവുന്ന ഒരു കാര്യം കേട്ടോ. അത്ര ഹേറ്റേഴ്സ് അതെ. ഇനി എങ്ങനെയുള്ള പടമാണ് നോക്കുന്നത്? അല്ല, അടുത്ത ഫിലിം ഒരു വെഡിങ് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു പാത്ത് വേർഡ്സ് ഫ്രീക്ക് എന്ന് പറഞ്ഞിട്ട് ആ പടം പ്ലാനിങ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാബു അണ്ണിച്ചേട്ടൻ്റെ ഒരു മാസ് പടം പവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. പട്ടിക്കാട് ഫിറോസ്. ഉഗ്രം പേര്. ഇത് ആരാ ഇട്ടത്? ഒമർ. പട്ടിക്കാട് തൃശ്ശൂർ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ ഇവന്റെ പേര് ഫിറോസ്. ഇവനെ പരികുട്ടിന്ന് വിളിക്കും, ഫിറോസ് എന്ന് വിളിക്കും. അപ്പൊ പട്ടിക്കാട് ഫിറോസ്. അപ്പൊ അത് ക്യാരക്ടർ വരുമ്പോ അതിനകത്ത് പല്ലൊക്കെ കടിച്ച് ഞെരിച്ചു നല്ല ക്ലാപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് കടിച്ചു കൊടുത്തത്. അത് ഫിറോസ് പട്ടിക്കാട്. ഞാനും കടിക്കുമായിരുന്നേ. അതെ, നോക്കിക്കോ. ഫിറോസ്. ഇത് എങ്ങനെയാടാ കടിക്കുന്നത്? സൂപ്പർ. ഞാൻ കൂടുതലും പല്ലുകടി കണ്ടിട്ടുള്ളത് ഒരാളിലാണ്, നെൽസൺ ചേട്ടൻ. നെൽസൺ ചേട്ടൻ അടിപൊളിയായിട്ട്. പട്ടിക്കാട് ഫിറോസ് അത് ഹ്യൂമർ കുറെ കഥാപാത്രമാണ്. പേര് ഭയങ്കരമായിട്ട് അഭിപ്രായം. ഹാപ്പി വെഡിങ്ങിന് ശേഷം ഇങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞ സംഭവമാണ്. ഇത് നല്ലൊരു ക്യാരക്ടറാന്നൊക്കെ പറഞ്ഞു. പാട്ട് പാടുമോ? പാട്ടാണ് മെയിനായിട്ട്. ഞാൻ ഹാപ്പി വെഡിങ്ങിൽ ഞാൻ തന്നെയായിട്ട് അഭിനയിച്ചാണ് പാട്ടുകാരനായിട്ട്. ശരിക്കും പാട്ട് പാടുമല്ലോ. ശരിക്കും പ്രോഗ്രാമിനൊക്കെ പറഞ്ഞു. ഞാൻ പോയ പ്രോഗ്രാമിൽ സുരാജേട്ടൻ ഉണ്ടായിരുന്നു ദുബായിൽ ലാസ്റ്റ്. അപ്പൊ സുരാജേട്ടൻ ഗസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ പാട്ട് പാടുന്ന സെക്ഷനിൽ ഉദാഹരണം മിണ്ടാൻ പറ്റിയില്ല. പക്ഷെ കണ്ടു അങ്ങോട്ട്. അപ്പൊ അങ്ങനെ അടിച്ചു പോയി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു പാട്ട് കേൾക്കാം. ആരും കാണാതെ നിന്നുള്ളിൽ താനേ വന്നേ പൂക്കാലം, പ്രേമം പോലെ മോഹം പോലെ കാണാനെത്തും പൂക്കാലം. നീ എന്നിൽ ചേർന്നാലും ഞാൻ നിന്നിൽ ചേർന്നാലും അനുരാഗത്തെ നിന്റെ മണമാണെന്നേ. പൂവാണ് നീ എങ്കിൽ കാർമേഘമണ്ടായി ഇരുകാതിൽ വന്നേ ഞാൻ പ്രണയം മൂളാം. ആരും കാണാതെ വന്നേ പൂക്കാലം, പ്രേമം പോലെ മോഹം പോലെ കാണാനെത്തും പൂക്കാലം. അതാരേ അതാരേ അതാരേ. ഇന്നത്തെ സ്റ്റാർ ഓൺലൈനിൽ വരാൻ പോകുന്നത് കേരള ഹോട്ടൽ എന്ന ഹോട്ടലിന്റെ ഉടമയാണ്. സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറി ലോകത്തെമ്പാട് നിന്നും ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന ഒരു ഹോട്ടലിന്റെ ഉടമയാണ് അദ്ദേഹം. സോ കേരള ഹോട്ടലിന്റെ ഉടമ ശ്രീ മനോജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മനോജ് മനോഹരൻ. നമസ്തേ. മനോജ് മനോഹരൻ എന്ന് പറയുന്ന ഈ വ്യക്തി വളരെ പോപ്പുലറാണ്. മാത്രമല്ല ഇദ്ദേഹം AGS ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ തിരുവനന്തപുരത്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലുള്ളത്. വളരെയധികം പ്രശസ്തമായ, എനിക്ക് തോന്നുന്നു വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നു എന്നൊക്കെ അറിഞ്ഞു. എന്നിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും കേരള ഹോട്ടലിനെ കുറിച്ച്. ശരിയാണോ? ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. ഞാൻ തന്നെ കേരള ഹോട്ടലിനെ കുറിച്ച് ആദ്യം അറിയുന്നത് എൻ്റെ കൊല്ലത്തുള്ളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. എക്സ്ക്ലൂസീവായിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേരള ഹോട്ടലിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് 2 ദിവസം. ഇപ്പോൾ പൊറോട്ടയും ബീഫും അവിടെ 3-4 പേരുണ്ട് സ്ഥിരം വാങ്ങിക്കുന്നത്. അപ്പോൾ കൊണ്ടുപോയി ഇവിടെ നിന്ന് കൊണ്ടുപോവാം. അച്ഛനാണ് ഇത് തുടങ്ങി വെച്ചത്. നമ്മള് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് തുടങ്ങി. അത് ചേട്ടൻ്റെ ഐഡിയ ആണ്? എന്റെ ഐഡിയ. ആദ്യം അച്ഛന് ഹോട്ടൽ ഉണ്ടായിരുന്നു, കേരള ഹോട്ടൽ. എന്നിട്ട് ചേട്ടൻ വന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തു ഫേസ്ബുക്ക് വഴി. അങ്ങനെ നമ്മളായിട്ട് കുറെ ഡിഷസ് ഒക്കെ ഉണ്ട്. നാടൻ ഫുഡാണ് എല്ലാം. പിന്നെ 6 പാക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്, ഫുൾ കോഴി 6 പാക്ക്. അത് കഴിച്ചു കഴിഞ്ഞാൽ 6 പാക്ക് പിന്നെ അതിന് അതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട്. കട്ടപ്പ, ബാഹുബലി എല്ലാം ഫിലിമിന്റെ പേരാണ്. ഓക്കെ, ഇനിയിപ്പോ അഡാർ ലവ് എന്ന് പറയുന്ന ഒരു ഡിഷും കൂടെ ഉണ്ടാക്കും. അതുകൊണ്ട് അഡാർ ലവ്, മിറാഷ് ഉണ്ട്, ഇപ്പൊ അടുത്തോണ്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അഡാർ ലവ്, മിറാഷും ഉണ്ട്. ഫ്ലൈറ്റ് മറ്റേ
യുദ്ധത്തിന് പോയത് ടീം അതും ഇതുണ്ട്. ഇത് വളരെ ഉണ്ട്. അഡാർ ലവ് എന്ന് വെച്ചാൽ എന്ത് ഡിഷാണ് ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും dessert ചിക്കൻ്റെ. ആയിരിക്കും. ചിക്കൻ്റെ. പടം കണ്ടു എന്നാണ്. പടത്തിൽ ഫുള്ള് കോഴി പരിപാടിയാന്ന് പറഞ്ഞത്. ഒമർ അറിഞ്ഞു എങ്ങനെ ഒരു ഡിഷ്. എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്, കോമഡി നൈറ്റ് വിത്ത് സുരാജ് അങ്ങനെ എന്തെങ്കിലും ഡിഷ് ചെയ്യാൻ അതെ താല്പര്യം? ചിക്കൻ തന്നെ ആയിക്കോട്ടെ. അതെ, അശ്വതിയുടെ ഫോട്ടോ മാത്രം. എന്റെ ചേട്ടാ. കേരള ഹോട്ടലിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പിന്നെ വൻ ചാരിറ്റിയാണ്. അതായത് എത്ര ടോട്ടൽ ബില്ലിന്റെ 20 അല്ലെ ശതമാനം നമ്മളൊരു വിശപ്പിനോട് വിട പദ്ധതിയുണ്ട് കേരളത്തിലെ എല്ലാ. വിശപ്പിനോട് വിട എന്ന പദ്ധതി ഗർഭിണികൾക്ക് ഫ്രീ ആണ് ഫുഡ്, പട്ടാളക്കാർക്ക് ഫ്രീ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ ആ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന ആളിനും ഫ്രീ ആണ്. അതെന്തായാലും വെറൈറ്റി സംഭവമാണ്. കേരള ഹോട്ടലിന് മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് അങ്ങേയറ്റം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്. എന്നെ ഇവിടെ ക്ഷണിച്ച സുരാജേട്ടനും എല്ലാവർക്കും എൻ്റെ സന്തോഷം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു പാട്ടാണ് ഒമർ ലുലുവിൻ്റെ മാണിക്യ മലരായി എന്ന് പറയുന്ന പാട്ട്. അതിനകത്ത് ആ കണ്ണടിക്കുന്ന സീൻ ശരിക്കും ആ കുട്ടി കണ്ണടച്ചത് കണ്ടിട്ട് എടുത്തതാണോ അതോ നിങ്ങൾ ഇങ്ങനെ ഒരു സീൻ വേണം? ഇത് അഡാർ ലെവല് പാട്ട് ഭയങ്കര സ്ലോ പേസ് പാട്ടാ, മാണിക്യമല. അപ്പൊ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോ സ്റ്റേജ് ഓഡിയൻസ് ഒരു ലാഗ് അനുഭവപ്പെട്ടു എനിക്ക്, മൊത്തം കട്ട് ചെയ്ത് വന്നപ്പോ. അപ്പൊ എനിക്ക് തോന്നി അതിന്റെ ഇടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കുട്ടികളുടെ കയറ്റിയിട്ടാ രസം ഉണ്ടാവും തോന്നി. അപ്പൊ കുറച്ചും കൂടി റീച്ച് കിട്ടും. അതെ അതെ. അപ്പൊ ഞാൻ ഈ അതില് റോഷൻ ഇങ്ങനെ പിരികം പൊക്കണത് അവന്റെ ഡബ് സ്മാഷ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ റോഷന്റെ അടുത്ത് ഞാൻ അങ്ങനെ ചോദിച്ചു, റോഷൻ പിരികം പൊക്കൂലേ, ഒന്ന് അവിടെ നിന്നിട്ട് ഈ പ്രിയാനെ നോക്കിയിട്ട് ഒന്നിങ്ങനെ പിരികം പൊക്കാൻ പറഞ്ഞു. അപ്പൊ അത് ഷൂട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാൻ പ്രിയയുടെ അടുത്ത് ചോദിച്ചു, പ്രിയക്ക് പിരികം പൊക്കാറിയോന്ന് ചോദിച്ചു. അവള് പറഞ്ഞു അവളും പൊക്കുന്നു തോന്നുന്നു. അപ്പോൾ അവള് പൊക്കിയപ്പോഴും നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ക്യാമറമാൻ്റെ അടുത്ത് ഹൈ സ്പീഡിൽ ഷൂട്ട് ചെയ്യും, റോഷന്റെ ഹൈ സ്പീഡിൽ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് രണ്ടും കഴിഞ്ഞ് പിരികം വേവ് അടിക്കാൻ പറ്റുമോ ചോദിച്ചു റോഷന്റെ അടുത്ത്. അപ്പൊ ഇങ്ങനെ പിരികം വേവ് ചെയ്ത് അപ്പൊ ഞാൻ പ്രിയയുടെ അടുത്ത് അപ്പൊ ഒരു സൈറ്റും കൂടി അടിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് വൈറലാ. അടിപൊളിയാണ് ആ ഒരു നിമിഷം, ആ തോന്നുക എന്ന് പറയുന്നത്. അത് സംവിധായകനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്സ്. സൂപ്പർ. അത് വന്ന് ഏറ്റവും കൂടുതൽ വൈറലായി ഏറ്റവും കൂടുതൽ ജനം കണ്ട ഒരു പാട്ടും കൂടെയായിരുന്നു, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാട്ട് വന്നു, ഫ്രീക്ക് പെണ്ണെ എന്ന് പറയുന്ന പാട്ട് വന്നു. ആ പാട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ ഒരു പാട്ടായിരുന്നു അത്. അങ്ങനെ ആ സാഹചര്യം വന്നപ്പോൾ എങ്ങനെ തോന്നി, എന്ത് തോന്നി? ആദ്യം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഡിസ്ലൈക്ക് വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട്, ഈ പിള്ളേർ എൻ്റെ നമ്പറിലാണ് ഇവർ ഇങ്ങനെ ആഡ് ചെയ്യും. അപ്പൊ ഇതിലൊക്കെ അഡാർ ലെവൽ അടുത്ത പാട്ട് ഇറങ്ങി, അങ്ങോട്ട് ഡിസ്ലൈക്ക് ബട്ടൺ അടിച്ച് തകർക്ക് മക്കളെ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കും ഇതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും കണ്ടിട്ട് പോലും എല്ലാം തോന്നുന്നു ഒരു രസമല്ലേ ഡിസ്ലൈക്ക് കൂടുമ്പോൾ. അല്ല, ചിലവർ പറയുന്ന പാട്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ടവർ ഒന്നിച്ച് ഡിസ്ലൈക്ക്. ഒരു കലാകാരനായതുകൊണ്ട് ഞാൻ പറയാണ്, അങ്ങനെ ഡിസ്ലൈക്കൊക്കെ ഇട്ട് അവരെ അങ്ങനെ കൊല്ലേണ്ട കാര്യമുണ്ടോ, തളർത്തണമായിരുന്നു എന്നൊരിതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആ കുട്ടിക്ക് മാത്രമല്ല, നമ്മുടെ സംവിധായകന്, സിനിമയാണ് അത് ഒന്നടങ്കം ബാധിക്കുന്നത്. അത് കാരണമാണ് ആ ഫസ്റ്റ് ഡേ ഒക്കെ ഇല്ലെങ്കിൽ നേരത്തെയൊക്കെ ഭയങ്കരമായിട്ട് ജനങ്ങൾ കയറേണ്ടതായിരുന്നു. പക്ഷേ ആദ്യ സമയത്തൊക്കെ അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ സിനിമ ഗംഭീരമായിട്ട് പോവുകയാണ്. ക്ലൈമാക്സ് വന്നതിന് ശേഷം വീണ്ടും എൻ്റെ ഓഡിയൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയി തുടങ്ങി. അതെ, എന്തൊക്കെയായാലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിന് നേരിടേണ്ടി വന്നു. എന്നാലും അവസാനം തിയേറ്ററുകൾ നിറഞ്ഞ സദസ്സിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഡാർ ലവ്. ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പരിക്കുട്ടി നല്ല സിംഗറാണ്, അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജുകളും കിട്ടട്ടെ, ഗായകൻ എന്നുള്ള രീതിയിലും അറിയപ്പെടാൻ സാധിക്കട്ടെ. ഗായകൻ പിന്നെ ഇദ്ദേഹം പ്രത്യേകം എന്നോട് പറഞ്ഞു, എന്നോടൊപ്പം ഒരു പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഷോ
നിങ്ങൾക്ക് സ്റ്റേജിൽ നല്ല പാട്ടുകൾ പാടാൻ ഒരു കലാകാരൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇദ്ദേഹത്തിനെ തന്നെ ഈ വിളിക്കും. പരിക്കുട്ടി മാനസമേന മാത്രമല്ല മറ്റു പലതും പാടും അല്ലേ? എല്ലാ പാട്ടും റാപ്പ് പരികൂട്ടി റാപ്പ് പരിക്കുട്ടി. അതെ. ഇനി നൂറ് ഡാൻസിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത്. ഒരു 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 രണ്ടല്ല ഒരു 4 സ്റ്റെപ്പ് 4-5 സ്റ്റെപ്പ്. ഓക്കെ, ഏതായിരുന്നു പാട്ട്? ഏതാ വേണ്ടത്? ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഏത് പാട്ട്? റൗഡി ബേബി. റൗഡി ബേബി. അഡാർ ലവിൻ്റെ വിശേഷം പങ്കുവയ്ക്കാനാണ് ഇവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, തിയേറ്ററിൽ സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇവിടെ എത്തിയതിൽ. ഇത്രയും നേരം നമ്മളുമായിട്ട് കുറേ സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന്. ഈ പരിപാടിയുടെ ആങ്കർ മാത്രമല്ല, ഞങ്ങൾ ഒരു പണ്ട് മുതൽ മനസ്സിൽ ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഓക്കെ, ലവ് യു. അപ്പോൾ ഇതിലും കൂടുതൽ ചിരിയോടെ സന്തോഷത്തോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.